കേട്ട എവങ്കേലിയനിലെ തീം എന്തായിരുന്നു? ഒരു 90% ആൾക്കാർ എവങ്കേലിയൻ വായിച്ചപ്പോഴുണ്ടായിരുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാ? സ്ലീഹന്മാർ. ഞാൻ തീമായിട്ടുള്ള സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടും. മറ്റൊന്നുകൂടെയുണ്ട്. തിരഞ്ഞെടുക്കുന്നതാണ് നോക്കി. അതൊരു വാക്യമുണ്ട്. മീൻ പിടിക്കാൻ പറഞ്ഞോ? നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും. ഫോളോ മീ ആൻഡ് ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മാൻ. ഇന്നത്തെ നമ്മുടെ ചിന്ത ഈ ഒരു വാക്യം മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടാണ്. എന്താണ് ഈ വേദഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം? ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മാൻ. ഈ വാക്യം കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത എന്താ? ഇത് ശിഷ്യന്മാരോട് പറഞ്ഞതാ, അതല്ലേ? ശിഷ്യന്മാരോട് മാത്രം പറഞ്ഞതാണോ? പിന്നെ ആരോട് പറഞ്ഞതാ? എന്നോട് പറഞ്ഞതാ, നിങ്ങളോട് പറഞ്ഞതാ. ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മാൻ. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് ആര്? യേശു എന്നോട് പറഞ്ഞു. യേശു നിന്നോട് പറഞ്ഞു. യേശു ക്രിസ്തു നിന്നോട് പറഞ്ഞു, ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മാൻ. ബിഫോർ ദേ കുഡ് became anything, before they could do anything, before they had to seek him. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്നാമത്തത് അറ്റൻഷൻ. യേശു തമ്പുരാൻ പറയുകയാണ്, ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മാൻ. ആദ്യം വേണ്ടത് എന്താ? അറ്റൻഷൻ. അവൻ്റെ വാക്ക്, അവനെന്താണ് പറഞ്ഞത് എന്ന് കേൾക്കണം. ഫസ്റ്റ് വേണ്ടത് അറ്റൻഷനാണ്. രണ്ടാമത് വേണ്ടത് റെസ്പോൺസ്. ഞാനത് കേട്ടു, പിന്നീട് എന്താ ചെയ്യേണ്ടത്? അതിനോട് റെസ്പോണ്ട് ചെയ്യണം. മൂന്നാമത് വേണ്ടത് ട്രാൻസ്ഫർമേഷൻ. ഇന്നലെ വരെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഈ നിമിഷം വരെ ഉണ്ടായിരുന്നത് എല്ലാം ഉപേക്ഷിച്ച് അവരെന്താ ചെയ്തേ? വള്ളവും വലയും എല്ലാം ആ നിമിഷം വരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം ഉപേക്ഷിച്ചിട്ട് അവരെന്ത് ചെയ്തു? കർത്താവിനെ ഫോളോ ചെയ്തു. ട്രാൻസ്ഫർമേഷൻ ഫ്രം ദ ഓൾഡ് ഫേസ്. പഴയ രൂപത്തിൽ നിന്ന് പുതിയ രൂപത്തിലേക്ക് മാറുകയാണ്. ഈ ഒരു 3 ആശയമാണ് ഇന്നത്തെ ഈ ചെറിയ വാക്യം എന്നോടും നിങ്ങളോടും പറയുന്നത്. ഒന്ന്, give attention to his words. Then response, turn to him. അവനെ നോക്ക്. അവൻ നിങ്ങളോട് പറഞ്ഞതെന്ത്? അവൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടതെന്ത്? എന്നിട്ട് ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു പുതിയ രൂപത്തിലേക്ക് ഞാനും നിങ്ങളും മാറുക. ഫോളോ മീ, ലേണിംഗ് ടു സീ അഗെയിൻ. ടു ഫോളോ ക്രൈസ്റ്റ് ഈസ് നോട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ടു മൂവ് അവർ ഫീറ്റ്, ഇറ്റ് ഈസ് ടു ടേൺ അവർ അവെയർനെസ്. എന്നെക്കുറിച്ചൊരു ബോധ്യമുണ്ടാകണം അവൻ്റെ വാക്ക് കേൾക്കണമെങ്കിൽ, അല്ലേ? ഞാൻ ആരാണ്? ഞാൻ ഇപ്പോഴെന്ത് ചെയ്യുന്നു? എൻ്റെ ചുമതല എന്താണ് എന്നെക്കുറിച്ചുള്ള സെൽഫ് അവെയർനെസ് ഉണ്ടാവണം. അതുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് അവൻ്റെ പിന്നാലെ പോകാനായിട്ട് പറ്റുകയുള്ളൂ. സങ്കീർത്തനക്കാരൻ പറയുന്നു, 46 സങ്കീർത്തനം 10 വാക്യം, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. മിണ്ടാതിരുന്ന് ശാന്തമായിരുന്ന്
ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളാം. നാം വലിയ പാപം ചെയ്യുന്നവരൊന്നും അല്ല, ആണോ? വലിയ കഠിന പാപം വല്ലതും ചെയ്യുന്നവരാണോ? അങ്ങനെ ചെയ്യുന്നവരാണോ? എനിക്ക് ബോധ്യമില്ല, ഉണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല, വലിയ പാപം ചെയ്യുന്നവരാണെന്നുള്ള ബോധ്യമൊന്നുമില്ല. വലിയ ഡിസൊബീഡിയൻറ്റും അല്ല. കാര്യങ്ങളൊക്കെ ദൈവഹിതപ്രകാരമൊക്കെ ജീവിക്കണം, സഭയുടെ ചിട്ടപ്രകാരം ക്രിസ്തീയ ജീവിതം അനുസരിച്ച് ജീവിക്കണമെന്നൊക്കെ അതൊക്കെ പാലിക്കുന്നവരാ അല്ലേ? ആ ഒരു ബോധ്യമാണ് എനിക്കുള്ളത്. പക്ഷേ വി ആർ ഡിസ്ട്രാക്റ്റഡ്. ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിനെ ശാന്തമായി ഏകാഗ്രമാക്കിയിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് നിൽക്കാൻ, അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുവാൻ, പല തരത്തിലുള്ളതായ ടെംപ്റ്റേഷൻസ് നമ്മുടെ മനസ്സിലേക്ക് കടന്ന്. ഇന്ന് നിങ്ങൾ ദേവാലയത്തിൽ ഈ 1 മണിക്കൂർ ഇരുന്നപ്പോൾ വാട്സാപ്പ് നോക്കിയവർ എത്ര പേരുണ്ട്? മുമ്പ് ഇരിക്കുന്നവരുണ്ടായിരിക്കുന്നില്ല. ചിലരൊക്കെ ഈ കൊയർ ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക്. നമ്മുടെ മനസ്സ് ഡിസ്ട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുവാൻ പല കാരണങ്ങൾ കൊണ്ട് പറ്റുന്നില്ല. ഇന്ന് ദേവാലയത്തിൽ ഇരുന്നപ്പോൾ അടുത്ത ആളുടെ സാരിയിലേക്ക് നോക്കി എത്ര പേരുണ്ട്? ആദ്യം പറഞ്ഞത് ഒരു പക്ഷേ ശരിയായിരിക്കാം. ഓ, ഇവളുടെ സാരി എന്തോ വിലയായിരിക്കും, ഇത് എവിടെ നിന്ന് വാങ്ങിച്ചതാ? കുട്ടികളെ ചിരിക്കുന്നത് അല്ലേ? അടുത്ത ആളുടെ നമ്മുടെ മനസ്സ് പലപ്പോഴും ദേവാലയത്തിൽ നിൽക്കുമ്പോഴും ഏകാഗ്രമാക്കുവാനായിട്ട് ഇവിടെ ആദ്യം വേണ്ടത് എന്താണെന്ന് അറിയാമോ? അവൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കണം, അവനിലേക്ക് തിരിയണം. നമ്മുടെ മനസ്സ് ഡിസ്ട്രാക്ഷൻ ആവാൻ പാടില്ല. ഏകാഗ്രമായി ശാന്തമായി ദൈവസന്നിധി നിൽക്കുവാനായിട്ട് നമുക്കൊരുപാട് ഇൻവേർഡായിട്ടുള്ളതായ ഔട്ട്വേർഡായിട്ടുള്ളതായ നോയ്സ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഒരുപാട് ചിന്തകൾ ഇന്ന് മനസ്സിൽ വന്നില്ലേ? ഞാൻ ഈ 1 മണിക്കൂർ കുർബാന ചൊല്ലിയപ്പോൾ എത്ര ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നുപോയി? നിങ്ങൾ എവിടെയെല്ലാം പോയി? നിങ്ങളോട് തന്നെ ചോദിക്കും, ഈ 1 മണിക്കൂർ ദേവാലയത്തിൽ ഇരുന്നപ്പോൾ നിങ്ങൾ എവിടെയൊക്കെ പോയി? ആരെയൊക്കെ മനസ്സിൽ കൊണ്ടുവന്നു? നിങ്ങൾ എന്നോട് പറയൂ, അച്ഛൻ ഞങ്ങൾ ആരുടെയും മനസ്സിൽ കൊണ്ടുവന്നില്ല, ഞങ്ങൾ കുർബാനയെ മാത്രം ശ്രദ്ധിച്ചായിരുന്നത്. എന്നോട് പറയുന്നത് കുഴപ്പമില്ല, പക്ഷേ ദൈവം നമ്മുടെ മനസ്സിനെ അറിയുന്നു. ഏകാഗ്രമായിട്ട് ദൈവസന്നിധിയിൽ അവൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്, നമ്മളെപ്പോഴും പറയും, ഓ ഇന്ന് കുഴപ്പമില്ല, നാളെ ആവാം, അല്ലെങ്കിൽ ടുമാറോ, അല്ലെങ്കിൽ ഡേ ആഫ്റ്റർ ടുമാറോ, അല്ല ഈ നോമ്പ് നോക്കുന്നില്ല, അടുത്ത പ്രാവശ്യം നമ്മൾ നോമ്പ് നോക്കാം. ഇപ്പോൾ വരുന്ന 3 നോമ്പ് വരാൻ പോവുക. 3 ദിവസം നോമ്പേ ഉള്ളൂ, ഭംഗിയായിട്ട് നോക്കാനുള്ള സമയമാണ്. ഞാൻ സാധാരണ 3 ദിവസം വാട്ടർ ഫാസ്റ്റ് മാത്രമാണ് നോക്കുന്നത്, വെള്ളം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. പറ്റുമെങ്കിൽ ഈ നോമ്പ് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ 3 നോമ്പ് അത് ചെറിയ നോമ്പല്ലേ, നമുക്ക് വലിയ നോമ്പ് നോക്കിക്കളയാം. വലിയ നോമ്പ് നോക്കുമ്പോഴും ഇത് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. മാറ്റി മാറ്റി വയ്ക്കും. അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഈ നിമിഷം എൻ്റേതാണ്, നിങ്ങളുടേതാണ്. ഈ നിമിഷം തക്കത്തിൽ വിനിയോഗിക്കുക. ഈ ശിഷ്യന്മാരെന്ത് ചെയ്തു? അവനിലേക്ക്, അവൻ്റെ ശബ്ദത്തിന് ഒന്ന് ചെവി കൊടുത്തു എന്നുള്ളതാണ്. രണ്ടാമത് വേണ്ടത് വാച്ച്ഫുൾനെസ്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ക്ലിയറായിട്ട് വാച്ച് ചെയ്യുവാനായിട്ട് കഴിയണം. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, ഈ ഒരു പകൽ ഓരോ ദിവസവും വൈകിട്ട് കിടക്കയ്ക്ക് മുമ്പേ പോകുമ്പോൾ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ എന്ത് സംഭവിച്ചു, ഇന്ന് ഞാൻ ആരെയൊക്കെ കണ്ടു, എൻ്റെ സ്പർശനം മൂലം ഞാൻ ആരെയൊക്കെ തൊട്ടു, അല്ല എൻ്റെ കണ്ണ് എവിടെയൊക്കെ പോയി, ഞാൻ എന്തൊക്കെ നോക്കി, എന്തൊക്കെ കേട്ടു, എന്തൊക്കെ വായിച്ചു, എന്തൊക്കെ ഞാൻ പറഞ്ഞു. ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുവാനായിട്ട് നാം സമയം കണ്ടെത്തുക. അരുതാത്തത് കണ്ടോ, അരുതാത്തത് കേട്ടോ, അരുതാത്തത് പറഞ്ഞോ എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവുകയും കറക്റ്റ് ചെയ്യാനുള്ള അവസരം കൂടി ഉള്ള അവസരമായിട്ട് കാണണം. ഇന്നത്തെ വേദഭാഗം അതാണ് നൽകുന്നത്. മറ്റൊരു സന്ദേശം, അവനിലേക്ക് നോക്കുക, പഴയത് ഉപേക്ഷിക്കുക, വീഴ്ചകൾ ഉപേക്ഷിച്ച്, തെറ്റുകൾ ഉപേക്ഷിച്ച്, അരുതാത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഉപേക്ഷിച്ച്, ഇവിടെ ഞാൻ എൻ്റെ വലയും വള്ളവും എല്ലാം ഉപേക്ഷിക്കുന്നു,
ഇനി എൻ്റെ മുമ്പിൽ ഉള്ളതാരാ? ക്രിസ്തുവിലേക്ക് നോക്കി അവനിലേക്ക് തിരിയുവാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ള രണ്ടാമത്തെ സന്ദേശം. മൂന്നാമത് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുക. ദൈവം നൽകിയ കൃപകൾക്കായിട്ട് സിംപ്ലി സേ താങ്ക് യു. ആർക്ക് താങ്ക് യു? ദൈവത്തിന്. എന്നെ ഇന്നയോളം കാത്തു പരിപാലിച്ച ദൈവത്തിന്, എനിക്ക് ഈ ആരോഗ്യം നൽകിയ ദൈവത്തിന്, കേരളത്തിലെ ഏതോ ഒരു കോണിൽ കിടന്ന എന്നെ ഈ ദേശത്ത് കൊണ്ടുവന്ന എൻ്റെ ദൈവത്തിന്, എനിക്ക് കുടുംബം നൽകിയ എൻ്റെ ദൈവത്തിന്, എനിക്ക് ജോലി നൽകിയ എൻ്റെ ദൈവത്തിന്, എനിക്ക് ആരോഗ്യം നൽകിയ എൻ്റെ ദൈവത്തിന്, ദൈവമേ, ഐ വിൽ ഗീവ് യു താങ്ക് യു. താങ്ക് യു ലോർഡ്. ഐ വിൽ മേക്ക് യു. ഐ വിൽ, ഇതൊരു അഷ്വറൻസാ. ഐ വിൽ മേക്ക് യു. ദൈവം നിങ്ങളെ മാറ്റും. ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മാൻ. നിങ്ങളെ ഫിഷേഴ്സ് ഓഫ് മാൻ ആക്കിയോ? ആക്കിയിട്ടുണ്ടോ? ഇല്ലയോ? ഇപ്പോഴും ആ ഒരു ബോധ്യം ഇല്ല. നിങ്ങളെ ഫിഷേഴ്സ് ഓഫ് മെൻ ആക്കി ദൈവം തമ്പുരാൻ. നിങ്ങൾ നൽകി, നിങ്ങളായിരിക്കുന്ന പദവിയിൽ നിങ്ങൾ ഫിഷേഴ്സ് ഓഫ് മെൻ ആണ്. നിങ്ങളൊരു ജോലി ചെയ്യുന്നു, നേഴ്സാവാം, ഡോക്ടറാവാം, ടീച്ചറാവാം, ഹൗസ് വൈഫ് ആവാം, അല്ലെങ്കിൽ ഏത് ബിസിനസ്മാൻ ആയിക്കട്ടെ, നിങ്ങളെ ദൈവം തമ്പുരാൻ നിയോഗിച്ചിരിക്കുകയാണ് ഫിഷേഴ്സ് ഓഫ് മാൻ. മനുഷ്യരെ പിടിക്കുന്നവരായിട്ട്, അവരെ നേടുന്നവരായിട്ട്. ആ നേഴ്സ് വന്ന് എന്നെ ഒന്ന് തൊട്ടു, ഒന്ന് പുഞ്ചിരിച്ചു. എത്ര മനോഹരമായ പുഞ്ചിരി ഒരു ഇന്ത്യൻ നേഴ്സ് വന്ന്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട്, ഞങ്ങളുടെ ഫ്ലോറിൽ വരുമ്പോൾ ഒരു ഇന്ത്യൻ നേഴ്സ് വന്ന് അച്ഛാ അല്ലെങ്കിൽ ചാപ്ലിൻ വന്ന് തൊട്ടു, അല്ലെങ്കിൽ സ്പർശിച്ചു, നല്ല പരിചരണം നൽകി. അതാണ് ദൈവം നിങ്ങളെ മനുഷ്യരെ പിടിച്ചവരാക്കിയത്. അവരെ നിങ്ങൾ നേടി. ദൈവം നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. എൻ്റെ സമീപനം മൂലം, എൻ്റെ പ്രതികരണം മൂലം, എൻ്റെ ഒരു ടച്ച് മൂലം, എൻ്റെ ഒരു നോട്ടം മൂലം, എൻ്റെ ഒരു സംസാരം മൂലം, എൻ്റെ ഒരു പുഞ്ചിരി മൂലം മറ്റൊരാളെ അയാളൊരു താങ്ക് യു പറഞ്ഞെങ്കിൽ, ആത്മാർത്ഥമായിട്ടൊരു താങ്ക് യു പറഞ്ഞെങ്കിൽ, യു ആർ ഫിഷേഴ്സ് ഓഫ് മാൻ. Follow me, I will make you fishers of man. May God bless you.